ക്രൈസ്തവ സഭകളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ, ശ്രമങ്ങളൊക്കെ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടയിൽ ക്രിസ്ത്യൻ അവകാശം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പഠന ക്ലാസുമായി BJP സംസ്ഥാന നേതൃത്വം രംഗത്ത് വരുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേദിയിലാണ് CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ക്ലാസ് എടുത്തത്. ക്രിസ്ത്യൻ അവകാശം, മതസ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് ന്യൂനപക്ഷ മോർച്ചയ്ക്കായിരുന്നു ക്ലാസ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇങ്ങനെയൊരു ക്ലാസ് നടന്നത്. മാധവ് മിനോസ് എക്സ്ക്ലൂസീവിലേക്കാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. പ്രശാന്ത്, കേൾക്കുമ്പോൾ തന്നെ കൗതുകകരമാണ്. സാധാരണ നിലയിൽ BJPയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ക്ലാസ് അത് കേട്ടുകേൾവിയില്ലാത്ത ഒന്നുമാണ്. ഇപ്പോൾ ഉള്ളിലുള്ള BJPയുടെ പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ ക്ലാസ്സാണ്. ഏത് തരത്തിലായിരുന്നു ആ ക്ലാസ്? അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? രതീഷ്, ഇന്നലെ കോട്ടയത്താണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടി നടത്തിയത്. ന്യൂനപക്ഷ മോർച്ചയുടെ ഭാരവാഹികൾക്ക് വേണ്ടിയാണ് നടത്തിയത്. BJP സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ഈ യോഗം നടക്കുകയും ചെയ്തത്. ഇന്നലെ ഈ യോഗം നടക്കുമ്പോൾ ഇതിലേക്ക് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ CBCIയുടെ പ്രതിനിധിയായി, അതായത് ലൈറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനെ അവിടെ കൊണ്ടുവന്നു. അവിടെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്തു. അതായത് അതിൽ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ്, സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് ഈ CBCIയുടെ പ്രതിനിധി പങ്കെടുത്തത്. അതായത് BJPയുടെ പ്രവർത്തകർക്ക്, ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കുകയാണ് CBCIയുടെ പ്രതിനിധി എത്തി ചെയ്തത്. ഏകദേശം 1 മണിക്കൂർ നേരം ഉണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യൻ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളാണ് ഈ CBCIയുടെ പ്രതിനിധി BJPയുടെ നേതൃനിരയിലുള്ളവരെ പഠിപ്പിച്ചത്. ഏകദേശം 1 മണിക്കൂർ നീണ്ട ക്ലാസ്സിൽ ഏകദേശം 15 മിനിറ്റ് നേരം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം ആ യോഗത്തിലുണ്ടായിരുന്നില്ല. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയിപ്പോൾ BJP സംസ്ഥാന നേതൃത്വം നൽകേണ്ടി വരും. ഒന്ന്, BJP സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകർ, BJP പ്രവർത്തകർ ഈ ക്രിസ്ത്യൻ സഭകളുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ മാറണം എന്നത് സംബന്ധിച്ച ഒരു പഠനം തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ അതിലൂടെ മാത്രമേ സംസ്ഥാനത്ത് BJPക്ക് ക്രൈസ്തവ വോട്ടുകൾ നേടാൻ സാധിക്കൂ, അല്ലെങ്കിൽ സഭകളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കൂ എന്ന വിലയിരുത്തലാണ് സംസ്ഥാന BJP നേതൃത്വം. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണമെന്നത് ഒരു സർക്കുലർ അടക്കം തയ്യാറാക്കി, ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടി ഒരു സർക്കുലർ തന്നെ BJP നേതൃത്വം തയ്യാറാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാകണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഇടപെടേണ്ടത് എന്നതാണ്. മറ്റൊരു വിഷയം, CBCI പോലുള്ള ഒരു സംഘടന, ഒരു പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ക്ലാസ് എടുക്കുന്ന തരത്തിലേക്ക് അത്തരം ഇടപെടൽ നടത്താൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള വിഷയമാണ്. ഇത് CBCI വിശദീകരിക്കേണ്ട കാര്യമാണ്. ഏതായാലും 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയിലേക്ക് വരുന്നത്. ഈ വിഷയത്തിൽ ഇനി ഒന്ന്, ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP സംസ്ഥാന നേതൃത്വം അമിത താല്പര്യത്തോടെ ഇടപെട്ടപ്പോൾ തന്നെ സംഘപരിവാർ സംഘടനകൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. ഹിന്ദു ഐക്യവേദിയെല്ലാം പരസ്യമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചെല്ലാം രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ BJP പ്രവർത്തകർ, നേതാക്കളെല്ലാം ഈ ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ മാറേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ് എല്ലാം എടുത്ത് ഈ രീതിയിൽ ഒരു പരിവർത്തനം നടത്തുമ്പോൾ അതിന് ഈ തീവ്ര ഹിന്ദു നിലപാടുള്ള സംഘപരിവാർ സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനം. ഇപ്പോൾ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അമിത താല്പര്യമെടുത്തു BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വം എന്നത് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് പരസ്യമായും രഹസ്യവുമായി വന്ന അഭിപ്രായ പ്രകടനമായിരുന്നു. പിന്നീട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വിവിധ നേതാക്കളുമായി ചർച്ചയും കൂടിയാലോചനയും ഒക്കെ നടത്തി തുടങ്ങിയ വിവരങ്ങളൊക്കെ അന്ന് പ്രശാന്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇങ്ങനെ ഒരു ക്ലാസ്, ഈ ക്രിസ്ത്യൻ മതാവകാശത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒരു ക്ലാസ് തന്നെ BJP പ്രവർത്തകർക്ക് വേണ്ടി സംഘടിപ്പിക്കുമ്പോൾ അതിനോടുള്ള സംഘപരിവാർ സംഘടനകളുടെ നിലപാട് എന്താകുമെന്നൊരു രാഷ്ട്രീയമായൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം, എല്ലാ മതങ്ങളുടെയും അവകാശങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്, സാഹോദര്യം അത് ലക്ഷ്യമിട്ടാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതേസമയം ഈ പരിവാർ സംഘടനകളുടെ രാഷ്ട്രീയമായി ഇത് ഒത്തുപോകുന്നതാണോ? അവരുടെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട പ്രതികരണം എങ്ങനെയാണ്? പരിവാർ സംഘടനകൾക്ക് വലിയ തോതിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുള്ളത് ഒന്ന് മതപരിവർത്തനം എന്ന വിഷയത്തിൽ ഊന്നിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം BJP ക്രൈസ്തവ സമൂഹത്തെ കൂടുതലായി ചേർക്കാൻ അമിത താല്പര്യം എടുക്കുന്നു എന്ന വിമർശനമാണ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെട്ടപ്പോൾ പോലും അവർക്കുണ്ടായിരുന്നത്. അതിനുള്ള പ്രതിഫലനമാണ് അവർ പരസ്യമായി പ്രകടിപ്പിച്ചത്. പിന്നീട് ഒരു സമവായത്തിലൂടെ എല്ലാം തന്നെ ഈ പരസ്യ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചെങ്കിലും അതിനുശേഷം വീണ്ടും ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളുമായി ഇറങ്ങുകയും ഈ ക്ലാസ് എടുത്ത്, അതായത് ഇത്തരത്തിൽ ക്ലാസുകൾ സംഘടിപ്പിച്ച് ഒരു വലിയ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്നു എന്ന സന്ദേശം കൊടുക്കുമ്പോൾ ഒരു തീവ്ര നിലപാടുള്ള പരിവാർ സംഘടനകൾ എങ്ങനെ അതിനെ സ്വീകരിക്കും എന്നത്
അവരുടെ പ്രതികരണങ്ങളിലൂടെ തന്നെ അറിയേണ്ട കാര്യമാണ്. ഏതായാലും ഇന്നലെയാണ് ഈ യോഗം നടക്കുന്നത്. ഇന്നലെ 1 മണിക്കൂറിന് അധികം നീണ്ട ഈ ക്ലാസ്സിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പ്രവർത്തനം തന്നെ ഈ പരിവാർ സംഘടനകളുടെ ഒരു വിമർശനമെല്ലാം ഭയന്നാണ് സോഷ്യൽ ഔട്ട്റീച്ച് എന്ന രീതിയിലാണ് അതിനെ മാറ്റിയിരിക്കുന്നത്. സോഷ്യൽ ഔട്ട്റീച്ച് എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഫേസ്ബുക്കിൽ ഈ പരിപാടിക്കുള്ള പോസ്റ്റ് തന്നെ ഇട്ടത്. പക്ഷേ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഫേസ്ബുക്കിൽ ഇതേ കാര്യം തന്നെ പോസ്റ്റായി രേഖപ്പെടുത്തിയപ്പോൾ അത് സോഷ്യൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പേരിലാക്കി. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടിയെ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രവർത്തനത്തെ സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് വിലയിരുത്തിയപ്പോൾ സോഷ്യൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും സംഘപരിവാർ സംഘടനകൾക്ക് ഇതൊരു അസ്വാരസ്യം ഉണ്ടാക്കരുത് എന്നത് കൂടി മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ അമിത താല്പര്യത്തോടെ ന്യൂനപക്ഷ വിഷയങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്ന വിമർശനമുള്ള ഒരു വലിയ വിഭാഗം സ്വാഭാവികമാണ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ഇടപെടലിന് എതിരായ ഒരു സ്വരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം നമ്മൾ തേടിയെങ്കിലും അറിവ് ബാബുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഇപ്പോൾ ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല.